ഇതാണ് വീട്. കണ്ട, ഒരു നല്ല ബാഗാണ്. അത്രയുണ്ട് ചീത്തയത്. മൊത്തത്തിൽ വെള്ളം അവിടെ വെള്ളം. ഇതാണ് വെള്ളം വന്നേക്കുന്നുണ്ട്. മേഘത്താല് വേണ്ട. നോക്ക്, അതെല്ലാം ശരിയാക്കി തരാമെന്ന് ഇവർ പറഞ്ഞു കേട്ടോ. ഇത് ഇത്രയും കാലപ്പഴക്കമുള്ള വീടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഡോഗ്സിനെ റെസ്ക്യൂ ചെയ്യുന്ന ആളുകളുടെ സാധനങ്ങളാണ് ഇവിടുന്ന്. അപ്പോൾ വീട് കാണാൻ വന്നപ്പോൾ ഈ സാധനങ്ങൾ ഇരിക്കുന്നതുകൊണ്ട് ഇത്രയും കണ്ടില്ല. ആലോചിച്ച് നോക്കും. കണ്ട, ഒരു 13,000 രൂപ. കണ്ട, ഒരു 13,000 രൂപ വാടക മേടിക്കുന്നതിന് ഈ റെൻറ്റും ഇത്രയും 13,000 രൂപ മുടക്കാണ്ട് കൊടുത്ത് ഇത്രയും വെള്ളം. എന്നിട്ട് അവർക്കൊരു എന്തെങ്കിലും ഒരു മനസ്സാക്ഷി ഉണ്ടാകും. നോക്കൂ, 13,000 രൂപ മേടിച്ചതിൻ്റെ എന്തെങ്കിലും ഒരു മനസ്സാക്ഷി. നോക്കി വെള്ളം. ഉണ്ട് വീണുകൊണ്ടിരിക്കുക മേളിയെന്ന്. ഇത്രയും വെള്ളം ഉണ്ടായിട്ട് ഒരു 13,000 രൂപ തെറ്റാണ്ട് മേടിച്ചതിൻ്റെ. അതുകൂടാണ്ട് 13,000 മുമ്പ് തന്നെ നമ്മൾക്ക് ഒരുപാട് രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്രോക്കർ പൈസ, വണ്ടിക്കൂലി, കൂലി, അതുകൂടാതെ ഇതുണ്ട് ഇടം വരെയൊക്കെ വെള്ളമാണ്. എന്താ പറയുക, ഇതാണ് ഇത്രത്തോളം അടർന്നിരിക്കുന്നത്. കബോർഡിൻ്റെ ഉള്ളിലൊക്കെ തുറന്നു കണ്ട വെള്ളമാണ്, മൊത്തം വെള്ളമാണ്. ഇത്ര നാളൊരു മാസമായിട്ട്, ഒരു മാസത്തിന് മുമ്പ് ഞങ്ങൾ വന്നപ്പോൾ അത്രയും ദിവസത്തെ പൈസയും കൊടുത്ത്, ബ്രോക്കർ കാശും കൊടുത്ത്, വണ്ടിക്കൂലിയും കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് ഇത്ര നാളുടെ നന്നാക്കി തന്നിട്ടില്ല. അവരുടെ മേളിൽ കുറച്ച് ആൺകുട്ടികൾ താമസിക്കണ്ടായിരുന്നു. ആ ആൺകുട്ടികൾ ഡെയിലി പെൺപിള്ളേരെ കൊണ്ടുവരും. നമ്മളത് പരാതിപ്പെട്ടിരുന്നെങ്കിൽ പെൺവാണിഭം എന്നുള്ള പേരിൽ അവരുടെ വീടിനെ അറിയപ്പെടില്ലേ, ആൾക്കാർ കൂടില്ലേ. ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതൊക്കെ എത്ര ചർച്ചാ വിഷയമാകും. അപ്പോൾ അവർ പറഞ്ഞു നേരത്തെ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ചോദിക്കുമ്പോൾ എന്താ പറയുക, കുട്ടികളുടെ കസിനാണെന്ന് പറയാം. എത്ര വന്നാലും ഡെയിലി കസിൻ വരില്ലല്ലോ, മാറി മാറി. അപ്പം ഞങ്ങൾ വന്നപ്പോൾ പണ്ടും കൊണ്ടുവരാൻ തുടങ്ങി. ഞങ്ങൾ പറഞ്ഞില്ല, അവരിങ്ങോട്ട് പറഞ്ഞു കൊണ്ടുവരാറുണ്ട്, 2-3 പേര് പറഞ്ഞു എന്ന്. എന്നിട്ട് അവർ ബോൾഡായിട്ട് നിന്ന് അതൊരു ആക്ഷൻ എടുത്തില്ല. അപ്പോൾ അവരറിഞ്ഞുകൊണ്ടാണോ എന്തോ എനിക്കറിയില്ല. ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു 2-3 പ്രാവശ്യം കണ്ടായിരുന്നു, ഓരോരോ ദിവസം ഓരോരോ പെണ്ണുങ്ങൾ മാറി മാറി വരുന്നത്. അപ്പോൾ നമ്മളത് കംപ്ലയിൻറ്റ് ചെയ്തെങ്കിൽ ഇവർക്ക് എത്രത്തോളം നാണക്കേടുണ്ടായാൽ. ജനങ്ങൾ കൂടില്ലേ, പത്രത്തിൽ വരില്ലേ, ടി വിയിൽ വരില്ലേ, മൊബൈലിൽ വരില്ലേ. ഇതൊന്നും നമ്മൾ ചെയ്തിട്ടില്ല. എന്നിട്ട് കാണിക്കുന്നതൊക്കെ നമ്മളോട്